ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസന ചർച്ചകളുമായി മങ്കട എം.എൽ.എ. മഞ്ഞളാംകുഴിയാലി. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുമായും പ്രമുഖ നേതാക്കളുമായും എം.എൽ.എ. കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതും ദീർഘകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതുമായ വികസന പ്രവർത്തനങ്ങൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് നടപ്പിലാക്കുമെന്ന് എം.എൽ.എ. അറിയിച്ചു. മങ്കട മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളെയും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെയും നേരിൽ കണ്ട് വികസന ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് മഞ്ഞളാംകുഴിയാലി എം.എൽ.എ. മങ്കട മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുമായും പ്രമുഖ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതും ദീർഘകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതുമായ വികസന പ്രവർത്തനങ്ങൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് നടപ്പിലാക്കുമെന്ന് എം.എൽ.എ. അറിയിച്ചു. മങ്കടയുടെ മുഖച്ഛായ മാറ്റുന്ന നൂതന പദ്ധതികൾക്കാണ് ഈ ചർച്ചകളിലൂടെ രൂപം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന റോഡ് ബൈപ്പാസ് വികസനങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവുമാണ് യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായത്. മണ്ഡലത്തിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമായി ഓരോടം പാലം, വൈലോങ്ങര റോഡ്, ഓരോടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ്, വൈലോങ്ങര പാലോളിപ്പറമ്പ് ബൈപ്പാസ്, മക്കരപ്പറമ്പ് ബൈപ്പാസ്, കൊളത്തൂർ ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കും. ഓരോരോ വാർഡിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് അവിടെയുള്ള പ്രവർത്തകരും അവിടെയുള്ള മെമ്പർമാരും എല്ലാവരോടും കൂടി അന്വേഷിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഏതൊക്കെ ആദ്യം ചെയ്യണം, അതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ വിശദമായിട്ട് എല്ലാ പഞ്ചായത്തുകളും പോയതാണ്. തുടക്കം മൂർക്കനാടായിരുന്നു, അതിനുശേഷം കൂട്ടലങ്ങാടി, അതിനുശേഷം കുറുവ, മങ്കട, പുഴക്കാട്ടിരി, മക്കരാർമ്പ്, ഇപ്പോൾ ഇന്ന് നമ്മൾ ഇത് അവസാനത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ സംസാരിച്ചു. അവരെല്ലാവരും ഈ മങ്കട മണ്ഡലത്തിലുള്ള മിക്കവാറും എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് എഴുതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഒന്നുകൂടി ഇരുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ള ഒന്നുകൂടി സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇതേ രീതിയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും വിശാലമായ രീതിയിലേക്ക് പോയില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം UDF ഭരണമുണ്ടായിരുന്നില്ല. കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ഉടനെ കാത്തു നിൽക്കുന്നുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടുന്നത് പഞ്ചായത്ത് മെമ്പർമാർക്ക് ആദ്യം അത് അവർ ഞങ്ങളോട് സംസാരിച്ച് അതിനുള്ളൊരു രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാം. മങ്കട ഗവൺമെന്റ് ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. കൂടാതെ പുഴക്കാട്ടിരി CHC, പാങ് ഫാമിലി ഹെൽത്ത് സെന്റർ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് രൂപം നൽകും. ഗവൺമെന്റ് ITIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനൊപ്പം മങ്കട പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും MLA വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തോടെ മങ്കടയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും വികസന കാര്യങ്ങളിൽ യാതൊരുവിധ രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മഞ്ഞളാംകുഴിയാലി MLA കൂട്ടിച്ചേർത്തു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന യോഗങ്ങളിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങാടിപ്പുറത്ത് നടന്ന യോഗത്തിൽ അമീർ പാതാരി, അബു താഹിർ തങ്ങൾ, C സുകുമാരൻ, KS അനീഷ്, ജബ്ബാർ പരിയാപുരം, മുരളീധരൻ, സെയ്തലവി PP, ഷെബീർ കർമുക്കിൽ, ഷഹർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.